സ്വന്തം ഹൃദയം അതല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മ്യൂസിയത്തിൽ ഒരു ചില്ല് ഭരണിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് നേരിട്ട് കാണാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? കുറച്ചധികം കൗതുകവും ഇൻട്രസ്റ്റുമായി തോന്നുമല്ലേ? എന്നാൽ സ്വന്തം ഹൃദയം മ്യൂസിയത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ കാണാൻ അവസരം ലഭിച്ച ഒരാളുണ്ട്. ഇംഗ്ലണ്ടിലെ ഹാംഷെയറിൽ നിന്നുള്ള ജെന്നിഫർ സട്ടൺ എന്ന യുവതിക്കാണ് ഇത്തരത്തിലൊരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. അവയവദാനം മഹാദാനം എന്നാണ് പറയാറുള്ളത്. ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരാളെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തി എന്നതും മരണശേഷം പലരിലൂടെ ഒരാൾ ജീവിക്കുന്നതും വളരെ മഹത്തരമായ ഒരു കാര്യമാണല്ലേ? എന്നാൽ അവയവദാനത്തെക്കുറിച്ച് ആശങ്കകളുള്ളവരും നിരവധിയാണ്. പക്ഷേ സ്വന്തം ജീവിതത്തിലൂടെ അവയവദാനത്തിന്റെ പ്രസക്തിയും പ്രാധാന്യവും ലോകമെമ്പാടുമുള്ളവർക്ക് പങ്കുവെച്ച് നൽകുകയാണ് ജെന്നിഫർ. എങ്ങനെയാണെന്നല്ലേ? മിതമായ വ്യായാമം ചെയ്യുമ്പോൾ പോലും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ശ്രദ്ധിച്ചപ്പോഴാണ് ജെന്നിഫർ പരിശോധന നടത്തുവാൻ തീരുമാനിച്ചത്. അന്ന് 22 വയസ്സായിരുന്ന ജെന്നിഫർ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ജെന്നിഫറിന് റെസ്ട്രിക്റ്റ് കാർഡിയോമിയോപ്പതി എന്ന അവസ്ഥയാണെന്ന് തിരിച്ചറിഞ്ഞത്. ശരീരത്തിലാകെ രക്തം പമ്പ് ചെയ്യുവാനുള്ള ഹൃദയത്തിന്റെ കഴിവിനെ നിയന്ത്രിക്കുന്ന രോഗാവസ്ഥയാണിത്. കഴിയാവുന്നതും വേഗത്തിൽ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തില്ലെങ്കിൽ ജെന്നിഫറിന്റെ ജീവൻ ആപത്തിലാകുമെന്ന് ഡോക്ടർമാർ അന്ന് പറഞ്ഞു. അങ്ങനെ 2007 ജെന്നിഫറിന് മാച്ച് ചെയ്യുന്ന ദാതാവിനെ കണ്ടെത്തുകയും 16 വർഷം മുമ്പ് നടന്ന ജീവൻ മരണ പോരാട്ടത്തിനൊടുവിൽ ജെന്നിഫറിന്റെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം താനൊരു പുതിയ വ്യക്തിയായതുപോലെയാണ് അനുഭവപ്പെട്ടതെന്നാണ് ജെന്നിഫർ പറയുന്നത്. തുടർന്ന് അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി ജെന്നിഫർ തന്റെ ഹൃദയം മ്യൂസിയത്തിൽ സൂക്ഷിക്കുവാനുള്ള അനുമതി നൽകുകയായിരുന്നു. ഇപ്പോൾ നിലവിൽ ജെന്നിഫറിന്റെ ഹൃദയം ലണ്ടനിലെ ഹണ്ടേരിയൻ മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. തന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഒരു അവയവം മ്യൂസിയത്തിൽ ഇരിക്കുന്നത് കാണുമ്പോൾ സ്വപ്ന തുല്യം എന്നാണ് തോന്നാറുള്ളതെന്നാണ് ജെന്നിഫർ പറയുന്നത്. 22 വർഷത്തോളം തന്റെ ജീവൻ നിലനിർത്തിയ അവയവമാണത്. അതിൽ താൻ അഭിമാനിക്കുന്നുണ്ട്. പലവട്ടം ഇത്തരത്തിൽ അവയവങ്ങൾ ജാറുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും തന്റെ ശരീരത്തിന്റെ ഭാഗമായിരുന്ന ഒരു അവയവത്തെ ഇങ്ങനെ കാണുന്നത് വിചിത്ര അനുഭവമാണെന്നാണ് ജെന്നിഫർ പറയുന്നത്. ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നതിലൂടെ അവയവദാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ ഇതിലൂടെ കഴിയുമെന്നാണ് ജെന്നിഫറിന്റെ പ്രതീക്ഷ. ജീവിതത്തിൽ കൊടുക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് അവയവദാനം. അവയവദാനത്തെക്കുറിച്ച് കൂടുതൽ പ്രചോദനാത്മകപരമായ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ചുവടുകൾ വെക്കണം എന്നതാണ് ജെന്നിഫറിന്റെ ഇനിയുള്ള സ്വപ്നം.